തിരുവനന്തപുരത്ത് ചൊവ്വാഴ്ചയാണ് കുറുവ സംഘം എത്തിയത്. ഒരു വീട്ടിൽ നിന്ന് സ്വർണം കവർന്നു അല്ലേ? എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? അന്ന് വെളുപ്പിന് ഉറക്കത്തിലായിരുന്നു ഞാൻ. എന്തോ എൻ്റെ പെടലിയുടെ സൈഡിലായിട്ട് എന്തോ ടിക്കെന്ന് പറഞ്ഞിട്ട് സൗണ്ട് കേട്ടു. എന്നിട്ട് നമ്മൾ സ്വപ്നമാണെന്നാണ് കരുതിയത്. അത് കഴിഞ്ഞാണ് പിന്നീടാണ് എനിക്ക് എൻ്റെ ദേഹത്തൂടെ എന്തോ എഴയുന്ന പോലെ തോന്നി. റൂമിനകത്ത് വന്നിട്ട് റൂമിന് അടുക്കള വാതിൽ ഒന്നും നമ്മൾ അറിയുന്നില്ല, ഇതൊന്നും പൊളിച്ചൊന്നും അറിയില്ല. ഫാനും ഇട്ടിരുന്ന് മഴയൊക്കെ വരുന്നതുകൊണ്ട് അറിഞ്ഞില്ല. എന്തോ എഴയുന്ന പോലെ തോന്നി. അന്നേരം ഞാൻ പെട്ടെന്ന് ഉണന്ന് എഴുന്നേക്കുകയും ഒരാൾ രൂപം നിൽക്കുന്നത് അത് കണ്ട് പേടിച്ച് എൻ്റെ സർവ്വശക്തി എടുത്ത് കൂവിയിട്ട് എനിക്ക് ഒച്ച പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. ആ അവസ്ഥയിൽ എൻ്റെ അനക്കം കേട്ടോണ്ടാണ് ഹസ്ബൻഡ് ചാടി കഴിഞ്ഞത്. അന്നേരം ആള് ചാടി വെളിയിൽ പോയി കളഞ്ഞു. പുറകെ മിറ്റം വരെ ഓടിയുള്ളൂ. ബാക്ക് ഡോർ വഴിയാണ് ഇറങ്ങിയത്. അന്നേരം മോള് താഴെ കിടപ്പുണ്ട്. മോളെ ഒന്നും ചവിട്ടിയിടുന്നത് നിൽക്കുവാണ്. ഞാൻ കാണുമ്പോൾ ഞങ്ങളുടെ ബെഡിന്റെ ഹെറമ്പിൽ നിൽക്കുന്നതായിട്ടാണ്. അന്നേരം അവിടെ നിൽക്കുമ്പോൾ മോളെ ചവിട്ടേണ്ടതാണ്. ഇവിടെ ചുറ്റുപാടും വീടുകളുണ്ട്, അടുത്തടുത്ത് തന്നെ വീടുകളുണ്ട്. ശബ്ദം കേട്ട് ആരെങ്കിലും ഇറങ്ങി വന്നോ? ഞങ്ങളുടെ കൂവ് കേട്ടിട്ടാണ് എല്ലാം നേരത്തെ വഴി അറിയാവുന്നവർ കണ്ടിട്ടിരിക്കണം. അല്ലെങ്കിൽ ഇവരുടെ വീടാണ് ആ കാണുന്നത്. ആ വീടിന്റെ നേരെ വടക്കോട്ട് പോകാതെ നേരെ കിഴക്കോട്ട് ചെന്ന് നേരെ ഗേറ്റ് കടന്ന് അപ്പുറം ചാടുകയായിരുന്നു. നമ്മൾ അന്നേരം അറിയുന്നില്ല. ഇല്ലില്ല, പോലീസ് വന്നായിരുന്നു. നമ്മൾ വാർത്തയിലൊക്കെ കണ്ട് അവര് കുറച്ച് ഓർണമെന്റ്സ് കൊണ്ട് കാണിച്ച്, ഓർണമെന്റ്സ് ഫോട്ടോയാണ്, അവരിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വ്യക്തമാകുന്ന കാണുന്നില്ല. എൻ്റെ മാലയിൽ ഹസ്ബൻഡിന്റെ പേരുണ്ട്, താലിയിൽ പേരുണ്ട്. അന്നേരം മാല എൻ്റെ മാല പോലൊരു ചെയിൻ ഉണ്ട് അതിനകത്ത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോലീസ് കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ കയ്യിൽ സാധനം ഇത് ഇത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം നമുക്ക് മുറിയിലോട്ട് പോലും കയറാൻ പോലും പേടിയാണ്. ഇന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ആരില്ല ഇല്ലാത്തത്. എല്ലാവരും വന്ന് എന്നെ ആശ്വസിപ്പിക്കുകയാണ്. എന്നാലും നമുക്ക് ആ പേടി ഇപ്പോഴും, എൻ്റെ കുഞ്ഞ് ഇന്നലെ പോലീസ് വന്ന് വിളിക്കുമ്പോഴും വിറയ്ക്കുകയാണ്. ആ പേടി ഇതുവരെ വിട്ടുമാറിയിട്ടില്ല ഞങ്ങൾക്ക്. മോളാണല്ലേ? മോള് അവരെ പിടിച്ചതായിട്ട് അറിഞ്ഞോ? എന്തൊരു ആശ്വാസമായോ? ഉറക്കമില്ലായിരുന്നില്ലേ? പേടിയൊക്കെ മാറിയോ അവരെ പിടിച്ചെന്നറിഞ്ഞപ്പോ? കുറച്ച്. ഇപ്പോഴാ ഒരു ഉൾഭയം ഉണ്ടോ രാത്രിയൊക്കെ പുറത്തിറങ്ങാൻ? പണ്ട് നമുക്ക് ഏത് സമയത്ത് ഞങ്ങൾ അയൽവക്കം എല്ലാവരും 10 മണിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ 6 മണി കഴിഞ്ഞ് എല്ലാ വീട്ടിലും പേടിയാണ് വെളിയിലിറങ്ങാൻ. കാരണം നമ്മുടെ പെരക്കകത്തൊരു സുരക്ഷിതം ഇല്ലെങ്കിൽ പിന്നെ നമ്മള് വന്ന് കണ്ടപ്പോ എല്ലാ ചുറ്റുപാടും വീടുകളുണ്ടല്ലേ? അടുത്താണ് നമ്മള് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ സന്ധ്യയ്ക്കും രാത്രിയൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നവരാണ്. തീർച്ചയായിട്ടും എന്തായാലും എല്ലാവരും വലിയ ആശ്വാസത്തിലാണ്. പ്രതികളെ പിടിച്ചു അല്ലെങ്കിൽ മോഷ്ടാക്കളെ പിടിച്ചു എന്ന് പറഞ്ഞത് വലിയ സന്തോഷത്തിലാണ്. പക്ഷേ ഭയം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. മോളൊക്കെ പറയുന്നത് പറഞ്ഞിപ്പം ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് പോകാൻ പോലും ഭയമായ അവസ്ഥയിലാണ്. ആ ഭയം മാറാൻ എന്തായാലും ദിവസങ്ങളെടുക്കും. എന്തായാലും ഈ ഇപ്പോൾ പിടിയിലായവർക്ക് പിന്നിൽ കൂടുതൽ ആളുകളുണ്ടോ എന്നും കൂടി അറിയേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അവർ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഭയത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തരാകുകയും വളരെ മനസ്സമാധാനത്തോടുകൂടി വീടിനകത്ത് പോലും കഴിയാൻ ഉള്ളൊരു അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. ബോണിക്കൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.